ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സൺബക്കിന്റെ ഒരു ആംപ്ലിഫയർ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ കുറെ ഡൗട്ടുകളും അതുപോലെ തന്നെ അതിന്റെ സൗണ്ട് ക്വാളിറ്റി, മൈക്കിന്റെ ക്വാളിറ്റി ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. നിങ്ങളത് കാണുക. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സൺബക്കിന്റെ തന്നെ ഒരു പ്രീ ആംപ്ലിഫയർ യൂണിറ്റ് ആണ്. അപ്പൊ നിങ്ങളെ ആ ഒരു പ്രീ ആംപ്ലിഫയർ യൂണിറ്റിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് EQ8000 എന്ന് പറയുന്ന ഒരു മോഡലാണ്. സ്റ്റീരിയോ 20 ബാൻഡ് ഗ്രാഫിക് ഇക്വലൈസർ പവർ ആംപ്ലിഫയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ടും പിന്നെ ഇതിന്റെ മാനുവലും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കണ്ടില്ലേ, അടിപൊളി ഒരു പ്രൊഡക്റ്റ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഓഡിയോ പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം. കുറേ പേര് നമ്മളോട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നമുക്ക് ആദ്യം ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു മാനുവൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു സ്റ്റീരിയോ 20 ബാൻഡ് ഈക്വലൈസറാണ്. അതായത് ഒരു സൈഡിൽ 10 ബാൻഡും റൈറ്റും ലെഫ്റ്റും 10 ബാൻഡ് വെച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ ഈക്വലൈസർ. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടും നല്ലൊരു റിവ്യൂ ആണ് ഇതിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് റിവ്യൂ ചെയ്യാൻ തന്നെ കാരണം. സൺബഗ് എന്ന് പറയുന്നൊരു കമ്പനിയാണിത് പുറത്തിറക്കിയിരിക്കുന്നത്. അവരുടെ EQ8000 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഈ മാനുവൽ ഒന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെ ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ ഇന്ന് കൊടുക്കേണ്ടതെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റീരിയോ ഔട്ടാണ് ഇതിന് വരുന്നത്. അതായത് നമുക്കൊരു 4 ബോക്സിന് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 2 പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റീരിയോ പ്രീ ഔട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ്റെ ഡീറ്റെയിൽ ആണ് ഇതിൻ്റെ അകത്ത് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 2 ബോക്സ് നമുക്ക് റൈറ്റ് ലെഫ്റ്റുള്ള 2 സ്റ്റീരിയോ ബോക്സിന് അങ്ങനത്തെ 2 ഔട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകളും ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാനുവൽ നോക്കിയിട്ട് ഇത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ റിമോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ G-Starലൊക്കെ കണ്ടിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിമോട്ട്. ഈ റിമോട്ടിലേക്ക് നമുക്ക് ഇതിൻ്റെ ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂട്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ മോഡ്, ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ സൺബക്കിൻ്റെ ഒരു എംബ്ലം കാണാം. പിന്നെ സ്റ്റീരിയോ ഈക്വലൈസറിൻ്റെ ഒരു ലേബലും വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള റൈറ്റ് ലെഫ്റ്റും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇക്വലൈസറിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിയിലായിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഇതിൻ്റെ ബാസും ട്രിബിളും മിഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഇക്വലൈസറാണ്. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും 10 ബാൻഡ് ഇക്വലൈസർ. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഇൻപുട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ കൊയാക്സിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ USB ബ്ലൂടൂത്ത് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ മോഡ് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ബോർഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് USB ബ്ലൂടൂത്ത്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു 20 ബാൻഡ് ഈക്വലൈസർ. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ചെറിയൊരു സൈസേ ഉള്ളൂ. നല്ല വിഡ്ത്തുണ്ടെങ്കിലും ബാക്ക് ഡെപ്ത്തൊക്കെ ചെറുതായിട്ട് നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ആൻറ്റീന, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആൻറ്റീന നമുക്ക് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ബ്ലൂടൂത്തൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഒപ്റ്റിക്കൽ ഇൻപുട്ട് നമുക്കിതിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കൊയാക്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ 3 സ്റ്റീരിയോ ഇൻപുട്ടാണ്. അതായത് DVD, CD, OX എന്ന് പറഞ്ഞുകൊണ്ട് 3 സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ കാണാം 2 സ്റ്റീരിയോ ഔട്ടാണ് ഇതിന് വരുന്നത്. അതായത് നമുക്കൊരു 4 ബോക്സിന് 2 ചാനൽ വെച്ചുള്ള ഒരു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 2 പ്രീ ഔട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് ആംപ്ലിഫയർ ഉണ്ട്. ഇതിന് ആംപ്ലിഫയർ ഇല്ല, ഇതൊരു പ്രീ ആംപ്ലിഫയർ യൂണിറ്റ് മാത്രമാണ്. നമ്മളൊരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഒന്നുകിൽ ഈ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും.
പിന്നെ ഇത് പവറിൻ്റെ കോഡ് വേറെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൊക്കെ ഒന്ന് നോക്കാം. കണ്ടില്ലേ? ഓൺ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഓണോ ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു ഗ്രീൻ കളറോട് കൂടി തന്നെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കാണുമ്പം ഇതിനേക്കാളും ഭംഗിയാണ്. കൂടുതലും നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്രീൻ കുറച്ച് കട്ടാകുന്നുണ്ട്. അപ്പോൾ അടിയിൽ ആ ഇക്വലൈസർ കാണുന്ന സെയിം ഗ്രീൻ കളർ തന്നെ ആ DVD എന്ന് എഴുതിയെടുത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. DVD, USB, ബ്ലൂടൂത്ത്, ഓക്സ് എന്ന് പറഞ്ഞ് DVD ഇൻപുട്ടുകൾ വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒപ്റ്റിക്കൽ കോയാക്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ നോർമലി USB കൊടുക്കുമ്പോൾ നെക്സ്റ്റും പോസും പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേയും കൂടെ നമുക്ക് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കുറേ ഒരു ഡിസ്പ്ലേ മോഡ് വരുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടിയിലേക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഈ ബാൻഡ് നമുക്ക് അക്വലൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടവും കുറയ്ക്കുകയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മിഡും ട്രിബിളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റ് സൈഡിലും നമ്മുടെ ഇഷ്ടത്തിനും ലെഫ്റ്റ് സൈഡിലും ഓരോ ഇഷ്ടത്തിനും അങ്ങനെ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊരു ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു സോങ് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മോഡൊക്കെ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് മൊബൈലിലേക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തു. കണ്ടില്ലേ? സോങ് പ്ലേ ആകുമ്പോൾ തന്നെ നമുക്കത് അതിൻ്റെ ആ ചേഞ്ചസ്, ആ ഗ്രാഫിക്സ് ചേഞ്ചസ് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് കുറച്ചൊരു ഗ്രീൻ കളറ് കട്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയൊരു ഇത് വരാത്തത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഈ ഈക്വലൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ യൂണിറ്റും നമുക്ക് ഇഷ്ടമുള്ള ആ മോഡുകൾ നമുക്കത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, നമ്മുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് ഒരു റെഡിൻ്റെ ഒരു 3 ഇൻഡിക്കേറ്ററും കൂടെ ഏറ്റവും ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് സൗണ്ട് നമുക്ക് കയറിയും ഇറങ്ങിയും പോകുന്നതനുസരിച്ച് ആ ചേഞ്ചസ് വരും. കണ്ടില്ലേ? മോഡ് പല ടൈപ്പിലുള്ളൊരു മോഡുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡാണ്. ഇനി അടുത്ത നമുക്കൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും കണ്ടില്ലേ, ഇതൊരു വേറെ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഇതൊരു വേറെ രീതിയിൽ ഏറ്റവും ടോപ്പിലായിട്ട് റെഡിൻ്റെയും പിന്നെ അടുത്ത് ഇതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പൊങ്ങി പോകുന്ന പോലെ ഉണ്ട്. ഇത് വേറെ ഒരു മോഡൽ, താഴേന്ന് മേലേക്ക് വരുന്ന പോലെ. ഇത് 2 സൈഡിലേക്കും നമുക്ക് കിട്ടുന്ന രീതിയിൽ. ഇതാണ് നോർമലി നമ്മളെപ്പോഴും വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മോഡൽ. നന്നായിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഒരു ഫീല് തന്നെ നമുക്കിതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ ടൈപ്പ് പ്രീ ആംപ്ലിഫയർ യൂണിറ്റ് ആയിരിക്കും. അത്ര റേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ പറയാം. ഞാനിതൊന്ന് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ കുറച്ചും കൂടി ഇത് ഡീറ്റെയിൽ ആക്കി നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് മിഡും ബേസും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാം. അത് ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് www.dennisedi.com അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഓഡിയോ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരും. നിങ്ങളത് വെയിറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.